അതിൻ്റെ അകത്ത് എങ്ങനെയാ വെച്ചാൽ ടീയില്ലേ, ടാറ്റ ടീയില്ലേ, അത് നീളത്തിലൊരു വര ടീയാ. അപ്പോൾ അതെന്താ സംഭവം കാണിക്കുന്നത് വെച്ചാൽ അവിടെ അത് അതിൻ്റെ ഒരു LED സ്ട്രിപ്പാണ്. അതാണ് അവരുടെ പുതിയ ലോഗോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സിയറ കാണുന്നത് അന്ന്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ജയലളിത. അപ്പോൾ ജയലളിതയുടെ വാഹനമായിരുന്നു സിയറ. ശരിക്കും പറഞ്ഞാൽ ടോയ് കാറിന് നോക്കിയാൽ മതി. അപ്പോൾ ടോയ് കാർ നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ടോയ് കാറിൽ നമുക്ക് പലതും ചെയ്യിപ്പിക്കാം, തിരിപ്പിക്കാം അല്ലേ. അടുത്ത കൊല്ലത്തെ എക്സ്പോ എന്തായാലും ഞാൻ ആദ്യം തന്നെ റെഫർ ചെയ്തിട്ട് വാഹനങ്ങൾ ഇതുപോലെയാണെങ്കിൽ പോവില്ല, പക്ഷേ ഉറപ്പായിട്ടും നല്ല വാഹനങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം കുറച്ചുകൂടി ബ്രാൻഡുകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് എക്സ്പ്ലോർ ചെയ്യണം. ഓൾ തിങ്സ് ഓട്ടോ എപ്പിസോഡ് 117 തുടങ്ങാൻ പോകണം. നമ്മൾ സെന്തിലെത്തിയിട്ടുണ്ട്. സെന്തിൽ, ഗുഡ് മോർണിംഗ് റാഫി. എന്തൊക്കെയാണ് വാഹന ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്? വാഹന ലോകത്ത് ഏറ്റവും വലുതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഓട്ടോ എക്സ്പോ കഴിഞ്ഞു ഇൻ ടേംസ് ഓഫ് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ അതായിരുന്നു ഏറ്റവും ഈ വർഷത്തെ ഒരു വർഷം തുടങ്ങിയപ്പോൾ ഹൈലൈറ്റ്. അതിന് മുമ്പ് ക്രെറ്റയുടെ EVയുടെ ഒരു ലോഞ്ച് കം ഡ്രൈവ് ഉണ്ടായിരുന്നു. ക്രെറ്റ EV എങ്ങനെയുണ്ട്? ക്രെറ്റ EV ഞാൻ ആക്ച്വലി ആ ഡ്രൈവ് വെച്ച സമയത്ത് ഓടിക്കാൻ പറ്റിയില്ല, അതിന് ശേഷം ഞാൻ ഓടിച്ചു. ക്രെറ്റയുടെ ഒരു ഏറ്റവും വലിയൊരു USP എന്താ വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമാണ്. നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ആൾക്കാർ ക്രെറ്റയോട്. ആ ഒരു വിശ്വാസത അവർ EVയിലും കൂടി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അവർ ചെറിയ രീതിക്ക് ടെസ്റ്റ് ചെയ്തു, കാരണം അവർക്കറിയാം ഇനി അങ്ങോട്ട് ഫുൾ വാഹനങ്ങളും EVയിലാണ് വരാൻ പോകുന്നത്. മാരുതിക്ക് EV ഉണ്ട്, പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ 2 EV സെറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു വാഹനം ലോഞ്ച് ചെയ്തു, പ്രൈസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരും എന്നാൽ നമുക്ക് ഈ ഒരു EV റണ്ണിൽ കൂടി പങ്കെടുക്കാൻ നല്ലൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ EV എന്ന് പറയുമ്പോൾ പുതിയ ലുക്കിലാണോ അതോ ക്രെറ്റയുടെ ലുക്കും ഇല്ല, ക്രെറ്റയുടെ പ്രോപ്പർ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് റിസംബിൾ ചെയ്യുന്നത് ക്രെറ്റയുടെ എൻലൈൻ ഉണ്ട്, റാഫിക്ക് അറിയാം. അപ്പോൾ എൻലൈനിൻ്റെ കുറച്ചും കൂടി സാമ്യത തോന്നിക്കും, പക്ഷേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ EV ആകുമ്പോൾ ചെയ്യേണ്ട മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കതിനകത്ത് പിക്സൽ ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അയോണിക്കിൽ കണ്ടിട്ടുണ്ടാവുന്നത് ഞാൻ റാഫിലോട് പറഞ്ഞു നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ആ ഭാഗത്ത് AAF വന്നിട്ടുണ്ട്, അത് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് നമ്മൾ പറയും. അപ്പോൾ അതും കൂടി വന്നപ്പോൾ ആ വാഹനം കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ആ ക്രെറ്റയുടെ നോർമലി നമ്മൾ കാണുന്ന ഐസ് ക്രെറ്റയുടെ ആ ഭംഗിയുണ്ട് വണ്ടിക്ക്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് EV ക്രെറ്റയാണെന്ന്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ വണ്ടി റൺ ചെയ്ത് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള 2 ഓപ്ഷൻസ്. ഒന്ന് ഉറപ്പായിട്ടും നമ്പർ പ്ലേറ്റ്. രണ്ടാമത്തെ കേസ് ആ വാഹനത്തിൻ്റെ കളർ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ആ കളർ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു കളർ EVയിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. റിയറിലും അങ്ങനെ പെട്ടെന്ന് മാറ്റം മനസ്സിലാക്കാൻ സാധിക്കില്ല, കാരണം ടെയിൽ ലാമ്പ് എല്ലാം സെയിം ആണ്. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു പിക്സൽ ഗ്രാഫിക്സ് വന്നുകൊണ്ട് നമുക്കത് EV ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോൾ അലോയ് വീൽസിൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. 17 ഇഞ്ചാണ് ഇപ്പോൾ വരുന്ന എല്ലാം. ഇപ്പോൾ ടാറ്റയുടെ EV ആണെങ്കിലും എല്ലാണെങ്കിലും എയറോ എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള അലോയ് പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരു മേജർ ആയിട്ടുള്ള വലിയ വ്യത്യാസം. ഇപ്പോൾ ഈ ബോൺ EV ആണോ അതോ ക്രെറ്റ എടുത്തിട്ട് അതിന് EV അവരാക്കിയതാണ്? ഇത് ബോൺ EV അല്ല, ഇത് പ്രോപ്പറായിട്ടുള്ള ക്രെറ്റേനെ അവർ EV ആക്കിയതാണ്. കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് കോന എന്ന് പറഞ്ഞൊരു EV ഉണ്ട്. അപ്പോൾ ആ ഒരു EVയുടെ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചത്. കാരണം ആ വാഹനത്തിൻ്റെ വീൽ ബേസും പ്ലാറ്റ്ഫോം അല്ല, ആക്ച്വലി അവരുടെ ആ കോണയുടെ അകത്ത് അവർ എന്താ പറയുക അതിൻ്റെ ജെൻ മാറിയപ്പോൾ വന്ന് ആ മാറ്റം നേരിട്ട് ഇതിനകത്ത് വെച്ചു. ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ വന്നപ്പോഴുള്ള മാറ്റം എന്താ സംഭവിച്ചത്, അത് ഇൻ ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്രെറ്റയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. അതായത് ഫുള്ളായിട്ട് ബാറ്ററി വെച്ചിട്ടില്ല, കുറച്ചും കൂടി സ്ഥലത്ത് ബാറ്ററി വെക്കാം ആയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ വാഹനം കുറച്ചും കൂടി ഡെവലപ്ഡ് ഓൺ കോണയാണ് റേദർ ദൻ ക്രെറ്റ. അങ്ങനെയാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ. പക്ഷേ ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ കോനയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. കോനയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. ക്രെറ്റ EV വില എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു EV ആണെന്നുള്ളത്. കാരണം വെച്ചാൽ നമുക്കറിയാം അവിടെ ബോൺ ഇലക്ട്രിക്കിനെക്കാളും വില കുറവ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ബാറ്ററി കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ് 17.99 lakhs ആണ്. ഇപ്പോൾ 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. ഒന്ന് 42 kWh ഒന്ന് 51 kWh. അപ്പോൾ 42 kWh ഏകദേശം ഒരു 18 lakhs ആണ് ക്രെറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ ടോപ്പ് റേഞ്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 24 lakhs അത്രത്തോളം വരും. ഹൈ എൻഡ് വണ്ടി നമുക്ക് 25 കിട്ടും. യെസ്, ഏകദേശം നമുക്കൊരു 473 കിലോമീറ്റർ പോകാനുള്ള ക്രെറ്റ, അതായത് അതിനാണ് ഈ 51 kWh. അത് നമുക്ക് ഏകദേശം ഒരു 24 lakhsന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ സാധാ വണ്ടിയും ഇത് തമ്മിലുള്ള വില വ്യത്യാസം എത്ര ഉണ്ട് ക്രെറ്റയുടെ? സാധാ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം വില വ്യത്യാസമില്ല. അപ്പോൾ നോർമലി ഒരു ക്രെറ്റയുടെ ഐസിൽ ഇപ്പോൾ ഡീസലിൻ്റെ ടോപ്പ് എൻഡ് എടുക്കണമെങ്കിലും നമുക്ക് ഏകദേശം 23 to 24 ഷെഡ് ചെയ്യേണ്ടി വരും. ഓക്കെ.
പെട്രോൾ വണ്ടിക്കും ഉണ്ട്. പെട്രോൾ വണ്ടി ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്തവർ അതാ പറഞ്ഞത്, ഇതിനകത്ത് ബോൾ ഇലക്ട്രിക് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്താ സംഭവിച്ചാൽ ബാറ്ററി പാക്ക് മാറ്റി, അതാ പറഞ്ഞത് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇൻറ്റീരിയേഴ്സിൽ വന്നാലും റാഫി നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ക്രെറ്റ പോലെ തോന്നും. അപ്പോൾ ഡിസ്പ്ലേയിൽ മാറ്റം വരുന്നില്ല. വന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ഷേപ്പ് മാറി. പിന്നെ EV ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൈ വെക്കുന്ന സ്ഥലമല്ലേ, അവിടെ ചെറിയ പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, സോ ദാറ്റ് ലേഡീസിന് ബാഗൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ മേജറായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അവിടെ ഇല്ല. പിന്നെ ഇൻറ്റീരിയറിനകത്ത് കുറച്ച് ആഡ് ഓൺസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ EV ആണല്ലോ, അപ്പോൾ അത് V2L സപ്പോർട്ട് ചെയ്യും, വെഹിക്കിൾ ടു ലോഡ് എന്നാ പറയാം, ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അകത്തുനിന്ന് നമുക്കിപ്പോൾ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാം, ചായ കാച്ചാം, പുറത്തുനിന്നും ചായ കാച്ചാം, അകത്തുനിന്നും ചായ കാച്ചാം. അല്ല, ഈ റേഞ്ച് എങ്ങനെയുണ്ട്? 473 ഇവർ പറയുന്ന റേഞ്ച്. അപ്പോൾ ട്രൂ റേഞ്ച് ഏകദേശം ഒരു 350 to 400 ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വണ്ടിയായിട്ട് ക്രെറ്റ EV എടുക്കാൻ പറ്റുമോ? ക്രെറ്റ EV ഇപ്പോൾ ഞാൻ പറയും, നോർമലി ഇപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 500 കിലോമീറ്റർ പ്ലസ് ഉള്ള റേഞ്ചുള്ള വാഹനങ്ങൾ എടുക്കാനാണ് ഞാൻ പറയാറ്. ക്രെറ്റയുടെ കേസിൽ എന്താ വെച്ചാൽ ക്രെറ്റ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ നോർമലി EVയുടെ അകത്ത് ഗ്ലിച്ചസ് മിക്ക വാഹനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ബ്രാൻഡ് പുതിയതാവണോ അത്രത്തോളം ഗ്ലിച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ക്രെറ്റയുടെ കേസിൽ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഓടിച്ച സമയം കൊണ്ട് എനിക്ക് അവിടെ ഒരു എറർ ഫീൽ ചെയ്തില്ല. അതായത് എനിക്ക് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഈ ഒരു പറഞ്ഞ റേഞ്ച് കിട്ടി ഞാൻ പറയില്ല, പക്ഷേ വാഹനം കൂളായിരുന്നു ഓടിക്കാനായിട്ട്. അതൊരു നോർമലൊരു ഐസ് വാഹനം എങ്ങനെയാണ് പെരുമാറുക അതുപോലെ തന്നെ നമുക്കൊരു EV ഓടിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് ഇതിനകത്തുള്ളൊരു ക്രെറ്റ ഇഷ്ടപ്പെടുന്ന ആർക്കും എടുക്കാം. അപ്പോൾ ക്രെറ്റ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ക്രെറ്റ ഉണ്ടെന്ന് വിചാരിക്കാം, ഇനി അടുത്തൊരു EV എടുക്കണം എന്ന് തോന്നുകയാണ്. അങ്ങനെ തോന്നുമെങ്കിൽ അത് ക്രെറ്റ EV എടുക്കാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ പറയാനുള്ള കാരണം. കാരണം ക്രെറ്റ ഒരു ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് കേസിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു സെയിം വിശ്വാസത നമുക്ക് EVയിലും കൂടി അവർ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കളർ രസമുണ്ടല്ലേ? പുതിയ കളർ നല്ല ഭംഗിയുണ്ട്, ക്രെറ്റയുടെ കളർ ഭംഗിയുണ്ട്. ഇനി ഇവിടെ ഒരു മേജറായിട്ടുള്ളൊരു മാറ്റം കൂടി ഉണ്ട് റാഫി, അത് എനിക്ക് പറയണം തോന്നി. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി, യൂസ് ചെയ്യുന്ന കെമിസ്ട്രി, ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ അകത്ത് പല ടൈപ്പ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. ഇപ്പോൾ LFP ബാറ്ററീസ് ഉണ്ട്, NMC ബാറ്ററി ഉണ്ട്. അപ്പോൾ ക്രെറ്റ യൂസ് ചെയ്യുന്നത് NMC ടെക്നോളജി അല്ലെങ്കിൽ NMC കെമിസ്ട്രിയാണ്. പുതിയ പരിപാടിയാണോ? പുതിയ പരിപാടിയല്ല, അത് ആക്ച്വലി പഴയ പരിപാടിയാണ്. അപ്പോൾ അതിനൊരു ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ NMC എന്ന് ഉദ്ദേശിക്കുന്നത് നിക്കൽ, മെഗ്നീഷ്യം, അതുപോലെ തന്നെ കൊബാൾട്ട്, ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ വരുന്ന എല്ലാ വാഹനങ്ങളിലും പോകുന്നത് LFPയിലേക്കാണ്, അതായത് ലിത്തിയം ഫോസ്ഫേറ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ നമുക്ക് ക്രെറ്റയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ക്രെറ്റയ്ക്ക് ഇങ്ങനെ പറയാം നമുക്ക്, അതായത് ഹയർ എനർജി ഡെൻസിറ്റിയാണ്. അതായത് ആ കിട്ടുന്ന സ്പേസ്, ഇപ്പോൾ അവർ കൊടുക്കുന്ന ആ ബാറ്ററി സ്പേസിൽ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ NMC ബാറ്ററിക്ക്. അതിൻ്റെ ഗുണം എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് റേഞ്ച് കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് ദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ ഇൻ ടേംസ് ഓഫ് നോക്കുകയാണെങ്കിൽ ആദ്യം പ്രൈസി ആയിരിക്കും. കാരണം കൊബാൾട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് വില കൂടും. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്രെറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ യൂസ് ചെയ്യുന്ന NMCക്ക് വേറൊരു ഇതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചൂടുകാലത്ത്, അങ്ങനെ ചൂടുകാലത്ത് വരുമ്പോൾ എഫിഷ്യൻസി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ NMC ബാറ്ററീസ് ഫോർ കോൾഡർ റീജിയൻ. ഇപ്പോൾ നമ്മൾ തണുപ്പ് രാജ്യത്താണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് NMC ബാറ്ററി ആയിരിക്കും. പക്ഷേ ചൂട് കാലാവസ്ഥയിൽ കുറച്ചും കൂടി നല്ലത് LFP ബാറ്ററീസാണ്. പിന്നെ ചാർജ് ഡിസ്ചാർജ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ചാർജ് ഇറങ്ങി പോവല്ല. ഇപ്പോൾ നമുക്കൊരു ബാറ്ററിയിൽ ഒരു 5000 വട്ടം ചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. അതിനാണ് നമ്മൾ ചാർജ് ഡിസ്ചാർജ്. അതെപ്പോഴും LFP ബാറ്ററിക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും LFP ബാറ്ററി ആയിരിക്കും കുറച്ചുകൂടി എഫിഷ്യൻറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ NMCക്ക് ആ ഒരു എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്. രണ്ട് ബാറ്ററി ടെക്നോളജികളിലുള്ള വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ വാഹനം വാങ്ങുക. അപ്പോൾ രണ്ടും തമ്മിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ്. അപ്പോൾ ക്രെറ്റ യൂസ് ചെയ്യുന്നത് NMC ആണ്. ഈ ക്രെറ്റയിൽ നമ്മൾ EV വരുമ്പോൾ ആർക്കൊക്കെയാണ് കോമ്പറ്റീഷൻ? എല്ലാവർക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2 വർഷം മുമ്പ് നമ്മൾ ഷോ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതായത് എല്ലാ ബ്രാൻഡിലും ഓരോരു EV വരും എന്നുള്ളത്. അത് അവരുടെ ടോപ്പ് എൻഡ്. ഇപ്പോൾ ക്രെറ്റയിൽ EV വരാനുള്ള കാര്യം ഭയങ്കര സിമ്പിളാണ്, കാരണം അവരുടെ ടോപ്പ് സെല്ലിംഗ് ആണ്. സോ അതിലൊരു EV കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ആയിരിക്കും ആ വണ്ടി വാങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഹീന്ദ്രയ്ക്കുള്ള വാഹനങ്ങളിൽ കോമ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ MG ZS-EV ഉണ്ട്, അത് വെച്ച് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ മാരുതി സുസുക്കിയുടെ പുതിയ EV, അതായത് വിറ്റാര വരുന്നുണ്ട്. അപ്പോൾ അതിനും ഇത് എന്താ പറയുക കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡിനും EVs വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സ്വിഫ്റ്റിലാണ് മാരുതി എത്രയും പെട്ടെന്ന് EV ഇറക്കേണ്ടത്. ടോപ്പ് സെല്ലിംഗിൽ EV ഇറക്കുമ്പോഴേ ടോപ്പ് സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുക വാഗനാർ ആയിരിക്കും. അപ്പോൾ വാഗനാറിലൊരു EV ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വരുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ വന്നേക്കാം. ഓൾ തിങ്സ് ഓട്ടോയിൽ ഇനി ഓൾ തിങ്സ് അബൌട്ട് മൊബിലിറ്റി ഷോ
ഓട്ടോ എക്സ്പോ ഓട്ടോ എക്സ്പോ ഡൽഹി ഓട്ടോ എക്സ്പോ. ഡൽഹി ഓട്ടോ എക്സ്പോ ഇപ്പോൾ ഭാരത് മൊബിലിറ്റി ആണ്. ഭാരത് മൊബിലിറ്റി ഷോ ആണ്. സെന്തിൽ പോയിട്ടില്ല പനി കാരണം, കിടപ്പിലായി പോയി. പക്ഷെ കുറച്ച് ഹൈലൈറ്റ് വണ്ടികളുണ്ട്, ആ വണ്ടികളെ കുറിച്ച് പറയാം. അപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര മിസ് ചെയ്തു എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഭാരത് മൊബിലിറ്റി ഷോ. കാരണം ഇതിന് മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം ഞാൻ കുറേ പ്രതീക്ഷിച്ചു. കാരണം നമ്മളൊരു എപ്പിസോഡ് തന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചെന്താ വെച്ചാൽ മൊബിലിറ്റിയിലുള്ള വാഹനങ്ങൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ മൊബിലിറ്റിയിൽ അത്ര വലിയൊരു എന്താ പറയുക വണ്ടികൾ ഉണ്ടായില്ല എന്നാണ്. വണ്ടികൾ ഉണ്ടായിച്ചാൽ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിട്ടുള്ള വാഹനങ്ങളായിരുന്നു. അപ്പോൾ ഈ വിൻഫാസ്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചാൽ അവരുടെ കുറച്ചും കൂടി നല്ല വാഹനങ്ങൾ അവിടെ പ്രദർശിപ്പിക്കും. അതുമാത്രമല്ല അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി കിട്ടും. കാരണം വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ കുറേ പ്രതീക്ഷിച്ചു, പക്ഷേ ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ വന്ന വാഹനങ്ങൾ ഒരു 3 വാഹനമായിട്ട് വന്നത്, അതൊന്നും അവർ തുറന്ന് കാണിച്ചില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായി. പോവാത്തതിൽ വലിയ വിഷമമില്ല, തീരെ വിഷമമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. കാരണം അവിടെ ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ട ഹൈലൈറ്റ് വണ്ടികൾ പറയാം. അതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ടാറ്റ സിയറ ഭയങ്കര ഇഷ്ടപ്പെട്ടു, യെല്ലോ കളർ. ടാറ്റ സിയറയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ റാഫി, ഞാൻ നോയിഡയിൽ നടന്ന മൊബിലിറ്റി ഷോ അല്ലെങ്കിൽ ഓട്ടോ എക്സ്പോ, അന്നത് ഓട്ടോ എക്സ്പോ അന്ന് കാണിച്ചു. മഞ്ഞല്ല, കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് അന്നാണ് ഇതൊരു കോൺസെപ്റ്റ് ആയിട്ട് കാണിച്ചത്. എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കാണിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോൾ 2025 ഇപ്പോൾ ഓട്ടോ എക്സ്പോ നടന്നത്, മൊബിലിറ്റി ഷോ നടന്നത്. അതിൻ്റെ മുമ്പ് 2024 ഇതേ സെയിം സംഭവം നടന്നു. അന്നും അവിടെ ആ വാഹനം കാണിച്ചു. അന്നും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല, കുറച്ച് ചെറിയ ചേഞ്ചസ് വന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇത് ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്പെക്ക് റെഡി ടു ഡെലിവർ ആണ് എന്നാ പറയുന്നത്. പക്ഷേ എന്നാലും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സിയറ കാണുന്നത് അന്ന്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ജയലളിത. അപ്പോൾ ജയലളിതയുടെ വാഹനമായിരുന്നു സിയറ തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ അത്. അപ്പോൾ ആ ഒരു ഐക്കോണിക് ഷേപ്പ് ഉണ്ട് അവരുടെ ആ ബാക്കിലത്തെ ആ ഗ്ലാസ് ഇല്ലേ, അപ്പോൾ ആ ഗ്ലാസ് ഒരു മൊത്തത്തിൽ കേർവ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഹൈലൈറ്റ്. ആ ഒരു ഹൈലൈറ്റ് അവർ ഈ ഒരു വാഹനത്തിലും അതേപോലെ കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഞാനൊരു ഫാൻ അല്ലാത്ത എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സൈഡ് എനിക്കത് സൈഡ് ഇഷ്ടപ്പെട്ടു. എന്തായാലും സൈഡിലെ ചില്ല് കാണുന്നു. സൈഡ് കഴിഞ്ഞിട്ട് ആ ഒരു ഡീ പില്ലറില്ലേ, ഏറ്റവും അവസാനമല്ലേ, അവസാനം ശരിക്കും പറഞ്ഞാൽ ഒരു വാള കൊണ്ട് വെട്ടിയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷൻസിൽ ഇതില്ല. അപ്പോൾ പഴയതിന് ഷേപ്പ് മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ ഷേപ്പ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഷേപ്പ്, ആ ഷേപ്പാണ് കുറച്ചും കൂടി ആൾക്കാരെ അട്രാക്ട് ചെയ്തത്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എ പില്ലറിൻ്റെ ശേഷം ബി സി ഈ 2 പില്ലറിൻ്റെ അവിടെയും അവർ ആക്ച്വലി ഒരു ബ്ലാക്കിഷ് ആണെങ്കിൽ പോലും അവിടെ ഫുൾ ഗ്ലാസ് അല്ല, അവിടെ ഒരു പില്ലറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആ സിയറയുടെ ആ ഒരു ഫുൾ ഇത് കിട്ടില്ല. പക്ഷെ ആൾക്കാർ ടോക്ക് ഓഫ് ദ ടൗൺ ആണ് ഇപ്പോഴും. റാഫിക്ക് ഇഷ്ടപ്പെട്ടു, റാഫി എനിക്ക് അയച്ചു തരും ചെയ്തു. പ്രത്യേകിച്ച് ആ മഞ്ഞ കളറ് റാഫി ഏറ്റവും രസമുള്ള കാര്യം വെച്ചാൽ ഈ മഞ്ഞ കളർ പ്രൊഡക്ഷനിലുണ്ട്. ഇതിറങ്ങും എനിക്ക് തോന്നുന്നു. ആ ബാക്കിലത്തെ എൻ്റെ ഒരു ഇതിപ്പോൾ പേഴ്സണലി എനിക്ക് ആ ഒരു ഡീ പില്ലർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ. പക്ഷേ 90% ആൾക്കാർക്കും ഈ വാഹനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും സിയറ വാങ്ങിയാൽ മതിയല്ലോ, പ്രത്യേകിച്ച് ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. സിയറ കാണിച്ചു. സിയറയുടെ ഒരു നമുക്കറിയുന്ന ഒരു ഇൻഫർമേഷൻ കൂടി പറയാം. സിയറ വരാൻ പോകുന്നത് ഇനീഷ്യലി EVയിലല്ല വരുന്നത്, പെട്രോളായിട്ടും ഡീസലായിട്ടും ഈ വാഹനം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ EV ഉണ്ട്. EVയുടെ അകത്ത് വരുമ്പോൾ ഈ വാഹനത്തിനകത്ത് ഓൾ വീൽ ഡ്രൈവും കൂടി ലഭ്യമാണ്. സൂപ്പർ. പിന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായ വണ്ടി എന്ന് പറഞ്ഞാൽ സോളാർ വണ്ടിയാണ്. യെസ്. അപ്പോൾ പൊളി സംഭവം നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതാണ് എന്തുകൊണ്ട് EVക്ക് സോളാർ വരുന്നില്ല. പ്രാക്ടിക്കലി ഇപ്പോൾ റാഫി ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ എനിക്കും തോന്നിയൊരു കാര്യമാണ്. കാരണം നോർമലി എളുപ്പമാണല്ലോ, സൺറൂഫിന് പകരം അവിടെ സോളാർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ബ്രാൻഡുകൾ പറയുന്നത് വെച്ചാൽ അത് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. അതായത് ഈ സോളാർ പാനൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന അവർ ചിലവും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് അത്രത്തോളം നമുക്ക് ഒരു എനർജി സോഴ്സ് വാഹനത്തിൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് EVA എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സ്മോളസ്റ്റ് EV ഇൻ ഇന്ത്യ, ഇങ്ങനെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് തന്നെയാണ്. ചാർജ് ചെയ്യേണ്ടെന്നല്ല, ചാർജ് ചെയ്യണം. ആ ചാർജിനൊരു സപ്പോർട്ടീവായിട്ട് ഈ സോളാർ വർക്ക് ചെയ്യും. അപ്പോൾ 18 kWh ചെറിയ കുട്ടി ബാറ്ററിയാണുള്ളത്. അത് വെച്ചിട്ട് കമ്പനി പറയുന്നത് 220 കിലോമീറ്റർ ഇതിന് ഓടാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകിച്ച് 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ പോകാമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യും, പെട്ടെന്ന് ചാർജ് ആവും. സോളാർ ഉണ്ടല്ല, ഇതാണ് എൻ്റെ പ്രത്യേകത. പക്ഷേ അതിന് ഇത് സപ്പോർട്ട് ചെയ്യും. അതായത് ഒന്ന് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ സോളാറും കൂടി ഉണ്ടെങ്കിൽ അതിങ്ങനെ വരും. പക്ഷേ പ്രൈസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 3,35,000 സ്റ്റാർട്ടിങ്. കുറവല്ലേ? കുറവാണ് ഇൻ ടേംസ് ഓഫ്, ഇപ്പോൾ നമ്മൾ കോമറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ വണ്ടിയുടെ വീതി നോക്കുകയാണെങ്കിൽ 1.5 മീറ്റർ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഒരു സീറ്റും ബാക്കിലെ 2 സീറ്റും. അതൊരു ഓട്ടോറിക്ഷയുടെ ഒരു ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ടായിരിക്കും ആ ഒരു
ഇത് വന്നത്. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന കാല് നീട്ടി വെക്കാം, കാല് നീട്ടി, കാരണം അപ്പുറത്തൊരു സ്പേസ് ഉണ്ടല്ലോ, ഞാൻ ആ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റിൽ സ്പേസ് ഉണ്ടാക്കാനും പറ്റും. മുകളിൽ എന്താ ബ്ലാക്ക് റൂഫാണോ സോളാർ പാനൽ? സോളാർ പാനലാണ്, റൂഫ് അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ളൊരു പാനലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ആഡ് ഓൺ ആയിട്ടുള്ള എഫിഷ്യൻസി ഈ വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. റെവയുടെ ഒരു ലുക്ക് ഉണ്ട്, റെവയുടെ എവിടേക്കും ഒരു റെവയുടെ ലുക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല ഇൻ ടേംസ് ഓഫ് ആ ഒരു മൊത്തത്തിൽ ഈ ഒരു എക്സ്പോയില്. പക്ഷേ എൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ഒരു സാധനം ഉണ്ടായിരുന്നു റാഫി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റാഫി കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അവന്യ, ടാറ്റ അവന്യ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാറ്റയുടെ വരാൻ പോകുന്ന വണ്ടിയാന്ന് വെബ്സൈറ്റിലേക്ക് അങ്ങനെ ഉണ്ട്, പക്ഷേ അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവന്യ എന്ന് പറയുന്നത് ഒരു വണ്ടിയെക്കാട്ടിലും കൂടുതൽ ഒരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ടാറ്റ, JLR, ഈ രണ്ട് ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനിടയ്ക്ക് വരാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് അവന്യ. പുതിയൊരു പരിപാടി. അതായത് എങ്ങനെയാ വെച്ചാൽ ടാറ്റയുടെ മുകളിൽ JLRന്റെ താഴെ ഒരു പ്രീമിയം ബ്രാൻഡാണ് അവരുടെ ആ ഒരു വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ഞാൻ വാഹനം കണ്ടതിൽ എനിക്ക് തോന്നി വാവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു, പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ റാഫി പറഞ്ഞു സിയറ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ വാഹനങ്ങളിൽ എല്ലാവരും പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു വാഹനമാണ് ഷോ സ്റ്റോപ്പർ. അവന്യ. അതിൻ്റെ അകത്ത് എങ്ങനെയാ വെച്ചാൽ ടീയില്ലേ, ടാറ്റ ടീയില്ലേ, അത് നീളത്തിലൊരു വര ടീയാ. അപ്പോൾ അതെന്താ സംഭവം കാണിക്കുന്നത് വെച്ചാൽ അവിടെ അത് അതിൻ്റെ ഒരു LED സ്ട്രിപ്പാണ്, അതാണ് അവരുടെ പുതിയ ലോഗോ. അപ്പോൾ ലോഗോവും നീളത്തിലെ ടീ ആണ്. ലോഗോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും ലോഗോ മാറ്റുന്നുണ്ട്. ലോഗോ മാറ്റി റിങ്സ് എഴുതിയിട്ട് എടുത്തു കളഞ്ഞിട്ട് AUDI തന്നെ വേറെ ആരും ഇങ്ങനെ ചെയ്തല്ലോ, ജാഗ്വാർ. അപ്പോൾ ഇത് എനിക്കൊന്ന് EV റെവല്യൂഷന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. മേ ബി ഒരു സബ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും. അത് നോർമലി ഇപ്പോൾ EVയിലേക്കാണ് മിക്ക സ്ഥലത്തും നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ട ജാഗ്വാർ ആണെങ്കിലും ഈവൻ ഇപ്പോൾ ഈ ഓഡിയുടെ EV ആണെങ്കിലും EVക്കാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു EVനെ എല്ലാവരും ഒരു സബ് ബ്രാൻഡാക്കി മാറ്റാനുള്ള പരിപാടിയായിരിക്കും. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. കാലത്തിനനുസരിച്ച് വണ്ടി മാറ്റാം, പക്ഷേ ബ്രാൻഡും ലോഗോവും മാറണം എന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. EVയിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ റിങ്സ് ഇട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവിടെ അങ്ങനെ എഴുതി കാണിക്കുന്നതല്ലേ നല്ലത്. അല്ല, പക്ഷേ ബേസിക്കലി ബ്രാൻഡ് എപ്പോഴും ബ്രാൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ സ്റ്റൈലിംഗ് എലമെൻസിൽ മാറ്റം വരുത്തിയാൽ തന്നെ ധാരാളമാണ്. പക്ഷേ ഒരു 10-100 വർഷത്തെ ആ ഒരു ലെഗസിയുള്ള ബ്രാൻഡിനെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാം, പക്ഷേ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു വേറെ ബ്രാൻഡിലേക്ക് മാറ്റുന്നതിലോട് എനിക്കൊരു താല്പര്യം. പക്ഷേ എനിക്ക് പുതിയ ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെട്ടു. EVയിലേക്ക് മാറുമ്പോൾ ഓടി, പക്ഷെ അത് ഓടി ശരിക്കും ലൈറ്റിൽ കത്തുമ്പോൾ മാത്രമേ അത് ഓടി കാണുള്ളൂ, രാവിലെ ഒന്നും ഓടി കാണുന്നില്ല. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓടി, അതുവരെ വേറെ ഏതും ബ്രാൻഡായി മാറും. അപ്പോൾ അങ്ങനെ ഓൾ തിങ്സ് ഓട്ടോയിൽ നമ്മൾ സെന്തില് ഓട്ടോമൊബൈൽ എക്സ്പോയ്ക്ക്, ഭാരത് എക്സ്പോയ്ക്ക് പോയില്ലെങ്കിലും അവിടെ ഹൈലൈറ്റ് വണ്ടികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സിയറ പറഞ്ഞു, സോളാർ പറഞ്ഞപ്പോൾ ടാറ്റ സേബിളിലെ അവന്യ എന്നൊരു ബ്രാൻഡാണ്. ഇനി അടുത്ത എന്താണ്? എനിക്ക് സിയറ പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഹാരിയറിന്റെ EV, അപ്പോൾ ഏറ്റവും കൂടുതൽ EV ഉള്ള ഇതാണ്. ടാറ്റയുടെ ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നതും EV തന്നെയാണ്. സിയറയും ഹാരിയറും തമ്മിലൊരു കോമ്പറ്റീഷൻ ഇല്ല, ഇൻ ടേംസ് ഓഫ് ലുക്സിൽ ഒരിക്കലും വരില്ല. കാരണം ഇപ്പോൾ എങ്ങനെയാണ് ഹാരിയർ ഇപ്പോൾ നമ്മൾ വാഹനം പുറത്ത് കാണുന്നത്, അതിൻ്റെ സെയിം തന്നെയാണ് EVയിൽ വരുന്നത്. EVയിൽ വരുമ്പോൾ ഗുണം വെച്ചാൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, അത് ഫ്രണ്ടിലും റിയറിലും മോട്ടോർ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പരാതി എന്താ വെച്ചാൽ ടാറ്റയുടെ സ്റ്റേബിളിൽ ഒരു 4x4 ഇല്ല, സഫാരിയൊക്കെ ഇറക്കിയൊരു കമ്പനി 4x4 ഇല്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ അതിനൊരു പരിഹാരം വരുന്നു. ഈ ഒരു മാത്രം ഗുണം എന്താ വെച്ചാൽ 500 കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് കിട്ടും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള EV ആയിരിക്കും. കാണാൻ ഷേപ്പിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ വാഹനം ഓട്ടോമാറ്റിക്കലി ആണ് അവിടുന്ന് ഇറങ്ങി വന്നത്, അതായത് ലോഞ്ചിൽ. അതായത് ഇപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇതിനെ സെൽഫ് പാർക്കിംഗ് പോലെ എനിക്കൊന്ന് സമ്മിറ്റോ അങ്ങനെ എന്തോരാണ് എൻ്റെ പേര്. അതായത് നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ കീയിൽ ആക്സസ് ചെയ്യാം, ഫോണിൽ ആക്സസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പം ഹാരിയർ EV വരുന്നു, ഹാരിയർ ഹിറ്റാണോ? ഹാരിയർ ഹിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഹിറ്റാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഹാരിയർ വണ്ടി നല്ലതാണ്, എൻജിൻ നല്ലതാണ്. പക്ഷേ നമുക്കത് പുതിയൊരു ജനറേഷൻ വന്നപ്പോൾ ഹാരിയറും അതുപോലെ തന്നെ സഫാരിയും ആ ഒരു ചേഞ്ചസ് ആൾക്കാരെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം നമ്മൾ വണ്ടി കാണുന്നില്ല. ഈ അടുത്ത് തന്നെ ഞാൻ ഗോവയിൽ പോയപ്പോൾ ഡ്രൈവിന് പോയതാണ്, കൈലാക്കിൻ്റെ. അത് ഞാൻ ചുമ്മാ എണ്ണി നോക്കി എത്ര സഫാരി കാണുന്നത്. സത്യം പറഞ്ഞാൽ 2 സഫാരി ഞാൻ കണ്ടുള്ളൂ. അപ്പം ലൈക്ക് നമ്മൾ വിചാരിച്ച കേരളത്തിൽ പുതിയ സഫാരി. അപ്പോൾ ഹാരിയറും സഫാരിയും ഏകദേശം ഒരേ ഷേപ്പുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അത്രത്തോളം സെല്ലിംഗ് ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വിൻഫാസ്റ്റ്, നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വിൻഫാസ്റ്റ് എന്നൊരു കമ്പനി പുതിയതായിട്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നടന്നത്. അപ്പോൾ വിൻഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ളൊരു EV മാനുഫാക്ചറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലോ അവിടെ എവിടെയാണ് ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 2 വേർഷൻസ് VF6ഉം അതുപോലെ VF7ഉം അവിടെ കാണിച്ചു. EV അത് EV ബ്രാൻഡാണ് വിൻഫാസ്റ്റ്. അപ്പോൾ
ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഡോറ് പോലും അവർ തുറക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ മിക്ക ആളുകളും വണ്ടി പുറത്തുനിന്ന് കണ്ട് റീൽ ചെയ്ത് പോയി. അപ്പോൾ എന്തപ്പോൾ അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്കൊരു എത്രത്തോളം അതായിരുന്നു ശരിക്കും കൂടുതൽ കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതവിടെ വന്നില്ല. പിന്നെ കിയയുടെ നമ്മൾ ഓടിക്കാൻ പോകുന്ന വാഹനം E9 അല്ല, സൈറസ് അല്ലെങ്കിൽ സിറോസ്. അപ്പോൾ സിറോസിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അവിടെയും ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടൊയോട്ടയുടെ സ്റ്റേബിളിൽ അർബൻ ക്രൂസർ EV കാണിച്ചു. അതും ഒരു കോൺസെപ്റ്റായിട്ടാണ് കാണിച്ച്. അപ്പോൾ അതിനും ഡോർ തുറക്കാനൊന്നും ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയാനുള്ള കേസ് MGയുടെ വാഹനങ്ങളുണ്ടായിരുന്നു. MGയുടെ പുതിയ വണ്ടി മെജസ്റ്റർ എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അതാണ് ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനം. 7 സീറ്റർ പ്രോപ്പറായിട്ടുള്ള 7 സീറ്റർ SUV. അപ്പോൾ അതവിടെ കാണിച്ചു. അത് 2 മാസത്തിൻ്റെ അകത്ത് ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്യുന്നു. അത് EV ആണോ? അത് EV അല്ല, അത് പ്രോപ്പറായിട്ടുള്ളൊരു SUV ആണ്. ഇനി വേറൊരു MPV അവിടെ കാണിച്ചു. M9 എന്നാണ് എൻ്റെ പേര്. അപ്പോൾ M9 എന്ന് പറയുമ്പോൾ നമുക്കൊരു കാർണിവൽ, ഒരു ഇന്നോവയെക്കാളും വലുത്, കുറച്ചൊരു ലക്ഷറി. ഇപ്പോൾ കാർണിവലിൻ്റെ സ്പേസിലൊക്കെ വരുന്ന ഒരു പ്രോപ്പറായിട്ടുള്ളൊരു MG തന്നെ. അപ്പോൾ എൻ്റെ പേര് M9 എന്നാണ്. അപ്പോൾ ആ ഒരു വാഹനം വരാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. M9 അതുപോലെ സൈബസ്റ്റർ കാണിച്ചു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ റാഫി ഇതെല്ലാം നമ്മളിതിനു മുമ്പ് സംസാരിച്ച വാഹനങ്ങളാണ്, കേട്ടുള്ള വാഹനങ്ങളാണ്. ഇപ്പം ഇതിൻ്റെ അകത്തൊന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഈ ഒരു ഷോ സംസാരിക്കുമ്പോൾ തന്നെ എവിടെയും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അൺലെസ് അണ്ടിൽ നമ്മൾ ആ ഒരു ഏറ്റവും ചെറിയൊരു EV കുറിച്ച് സംസാരിച്ചതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിക്കുന്ന അനൗൺസ്മെൻറ്റ്സും കാണിക്കലോ ഒന്നും ഉണ്ടായില്ല. ഇനി കുറച്ചുകൂടി നന്നായി തോന്നി എനിക്ക് മറ്റേ ജൂപ്പിറ്ററിന്റെ സ്റ്റോൾ കുറച്ചുകൂടി രസമായി തോന്നി. സ്കൂട്ടറുകൾ. അപ്പോൾ ജൂപ്പിറ്ററിന്റെ ഒരു CNG വേർഷൻ വരുന്നുണ്ട് റാഫി. ബൈക്കിൽ വലിയ എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ്സ്, ടീസേഴ്സ് അങ്ങനെ ഇല്ല. എല്ലാ വണ്ടികളും ഉണ്ട്, അതെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു വാവുന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് ജൂപ്പിറ്ററിന്റെ ഈ ഒരു CNG കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. അടുത്ത് തന്നെ വരുന്നു എന്ന് പറഞ്ഞ്. ഗുണവും ദോഷം പറയാം. ഗുണം എന്ന് പറഞ്ഞത് ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക റേഞ്ചിലൊരു സ്കൂട്ടറായിരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ. ഏകദേശം ഇപ്പോൾ നോർമലി ഒരു സ്കൂട്ടറിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റിനെക്കാളും മുകളിലായിരിക്കും. കാരണം അവിടെ പെട്രോൾ ടാങ്കും ഉണ്ട്, ഇതുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് സ്പേസ് വേറെ സാധനം ഉണ്ടാവില്ല. കാരണം ആ ഒരു ബൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ഹെൽമെറ്റൊക്കെ വെക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ CNG ടാങ്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് വന്നത് എനിക്ക് സ്കോഡയുടെ സ്റ്റേബിളിലാണ്. സ്കോഡ പറയുന്നത് വെച്ചാൽ സ്കോഡയുടെ സൂപ്പർബ് ഉണ്ട്, അതിൻ്റെ ഡീസൽ 2 ലിറ്റർ ഡീസൽ തിരിച്ചു വരും എന്നാണ്. ഡീസൽ എല്ലായിടത്തും നിർത്തുമ്പോൾ സ്കോഡ ഡീസൽ ഇറക്കുകയാണ്. പക്ഷേ എനിക്ക് സ്കോഡ ആയതുകൊണ്ട് അത്ര ഒരു വിശ്വാസമില്ല. കാരണം എന്താ വെച്ചാൽ മേ ബി ഇതൊരു എന്താ പറയുക ഈ എക്സ്പോന് വേണ്ടി അവർ പറഞ്ഞ സാധനമായിരിക്കാം. പക്ഷേ അതിനകത്ത് 100% പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഒക്ടാവിയ RS വരുന്നുണ്ട്. അത് പെട്രോളാണ്. അപ്പോൾ അത് ഈ എന്തൂസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നൊരു വാഹനം. അതുപോലെ തന്നെ കോഡിയാക്കിൻ്റെ ഒരു പുതിയ വേർഷൻ കൂടിയുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും മറ്റേ സൂപ്പറിൻ്റെ കേസിലൊരു ഷുവറിറ്റി ഇല്ല. അങ്ങനെ വന്നാണെങ്കിൽ നല്ലതാണ്. കാരണം ഡീസൽ സ്റ്റേബിൾ തന്നെ ഇല്ല, എവിടെയില്ല, ഓഡിയിലില്ല, സ്കോഡയിലില്ല, VW ഇല്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, U8 കാണിച്ചു എന്ന് കേട്ടോ. നമ്മുടെ BYDയുടെ സ്റ്റേബിൾ U8 കാണിച്ചു. പക്ഷെ അതെല്ലാം ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഈ സ്കൂളിൽ പോലും പണ്ട് എക്സിബിഷന് ഇപ്പോൾ ഒരു വില കാണിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു ഫീൽ കിട്ടില്ല. അപ്പോൾ ഇത് വെള്ളത്തിലും കരയിലൊക്കെ ഓടുന്ന അങ്ങനെ ഇത് ആംഫിബിയൻ വാഹനമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ U8 ടാങ്ക് ടേൺ കാണിച്ചു. ആ വാഹനം ഇങ്ങനെ തിരിയുന്നത് കാണിച്ചു. 4 വീലിൽ ഒറ്റയടിക്ക് ഇങ്ങനെ കടന്ന് തിരിയും. അപ്പോൾ ഈ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു എന്താ പറയുക ഇലക്ട്രിക് G ഉണ്ട്, അതിനും ടാങ്ക് ടേൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ കാണിച്ചു. ഇനി ഫ്യൂച്ചർ വണ്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ, എല്ലാം മോട്ടോറിലായതുകൊണ്ട്. മോട്ടോർ ബേസിക്കലി EV ആകുമ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് എന്താ പറയുക വിചാരിക്കാത്ത പരിപാടികൾ. മറ്റൊരു കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. മെക്കാനിക്കലാകുമ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അപ്പോൾ EV ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇറക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടോയ് കാറിന് നോക്കിയാൽ മതി. അപ്പോൾ ടോയ് കാർ നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ടോയ് കാറിൽ നമുക്ക് പലതും ചെയ്യിപ്പിക്കാം, തിരിപ്പിക്കാം അല്ലേ. അങ്ങനെ കുറേ സാധനങ്ങളുടെ അകത്ത് പോസിബിളാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് U8 ഭയങ്കര വീഡിയോ കാണുമ്പോൾ സംഭവമാണ്. U8 മൊത്തത്തിലൊരു ഡിഫൻഡറിൻ്റെ ഒക്കെ അല്ലേ, ഒരു ചൈനീസ് ഡിഫൻഡർ പോലത്തെ ഫീലാണ്. ഇവിടെ വരുമോ? വരാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സീസൺ എക്സ്പോയിലെ ജസ്റ്റ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വരുന്ന കുറേ വണ്ടികളുടെ കൂട്ടത്തിലൊരു വണ്ടിയായിട്ട് കൂട്ടാം. പക്ഷേ BYDയുടെ കേസ് പറയുമ്പോൾ C-Line കാണിച്ചു അവിടെ. C-Line ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ C-Line എന്ന് പറയുമ്പോൾ സീലിൻ്റെ ഒരു ക്രോസ് ഓവർ EV-യാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം BYD. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതാണ് മൊത്തത്തിൽ ഒരു ഓട്ടോ എക്സ്പോയിൽ സംഭവിച്ചത്. BMW സ്റ്റേബിളിൽ iX എന്ന് പറയുമ്പോൾ ഒരു EV-യാണ്. അതിൻ്റെ ഒരു ലോങ് വേർഷൻ കൂടി കാണിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് പവീലിയൻ, മാരുതിയുടെ E-Vitara പവീലിയൻ ആയിരുന്നു. അപ്പോൾ അവിടെ വാഹനം അകത്ത് തുറന്ന് കാണിച്ചു. അപ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലായത് മാരുതിയുടെ ഒരു കുറച്ചുകൂടി ബോൾഡർ ആയിട്ടുള്ളൊരു വാഹനമാണ് E-Vitara. ബോൺ ഇലക്ട്രിക് ആണ്. ഏകദേശം നമുക്കൊരു 500 കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് കിട്ടും. ഇതൊക്കെ നമ്മളിതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ അകത്ത് കാണിച്ചപ്പോൾ, ഇന്ത്യയിൽ തുറന്ന് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു മാരുതിയല്ല.
നല്ല മാറ്റങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രീമിയം ആക്കാൻ നോക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും ഫ്ലോപ്സ് ഉണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷേ എന്നാലും ഇതുവരെ നമ്മൾ കണ്ട മാരുതിയെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാരുതിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഭാഗത്തിന് 10 കിലോമീറ്ററിൽ ഒരു സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും. കാരണം മാരുതിയാണ് ബ്രാൻഡ്. അപ്പോൾ എങ്ങനെ വരും ചാർജിങ് സ്റ്റേഷൻസ് വരും. അത് മാരുതി എല്ലാ സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടും. പ്രത്യേകിച്ച് ഇത് നെക്സയിലാണ് ഇറങ്ങുക. അപ്പോൾ എവിടെയൊക്കെ നെക്സ് ഉണ്ട് അവിടെയൊക്കെ നമുക്കൊരു 50 ഈ വിറ്റാറ നെക്സയിൽ വരും. അപ്പോൾ 50 കിലോ വാട്ടിൻ്റെ ചാർജിങ് സൊല്യൂഷൻ കൂടി ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. മാരുതിയുടെ കുറച്ചും കൂടി പ്രീമിയം വണ്ടി വിൽക്കുന്ന ഇതാണോ, ബ്രാൻഡാണോ നെക്സ? നെക്സ മാരുതിയുടെ പ്രീമിയം 2 ഓപ്ഷൻ, ഒന്ന് അറീന അല്ലെങ്കിൽ നെക്സയിലാണ് അവരെ കുറച്ചും കൂടി പ്രീമിയം വാഹനങ്ങൾ വെക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ വിറ്റാരയും വെക്കാൻ പോകുന്നത്. മാരുതി ഇതിനായിരിക്കും ചിലപ്പോൾ ഇത്രയും കാലം കാത്തിരുന്നത്. പക്ഷേ യെസ്, എല്ലാവരും സംസാരിച്ചാണ്. പക്ഷേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ വാഗനാറിലാണ് വരാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നേരെ ട്വിസ്റ്റ് ആയിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഇത് ഇവിടെ നിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലോബലി. ഇപ്പോൾ ജിംനിയുടെ കേസുണ്ട്. ജിംനി ആക്ച്വലി എല്ലാ സ്ഥലത്തും ഉണ്ട്, മേക്ക് ഇൻ ഇന്ത്യ ആണ്. അതേപോലെ തന്നെ ഈ വിറ്റാര മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ ഗ്ലോബ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ വിറ്റാരയ്ക്ക് മൈലേജ് ഉണ്ട്, റേഞ്ച് ഉണ്ട്, അത്യാവശ്യം 500 പ്ലസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് വിശ്വസിക്കാം. കാരണം വെച്ചാൽ അതിനനുസരിച്ച് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി പാക്കൊക്കെ അത്ര വലിയ ബാറ്ററി പാക്ക് അല്ല, എന്നാലും അവരുടെ ടെക്നോളജി കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഷേപ്പ് അങ്ങോട്ട് അത്ര ജിമ്മിന് പോയ പോലെ എനിക്ക് തോന്നുന്നു. ഷേപ്പിനെ കുറിച്ച് നമ്മളധികം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ എന്നാലും മോശമാക്കിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോ എക്സ്പോയിൽ എന്തെങ്കിലും കണ്ട വണ്ടികൾ. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വലിയൊരു വിഷമം പോകാൻ പറ്റാത്തത്. കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഓട്ടോ എക്സ്പോയിൽ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല എന്നാണ് സെന്തിൽ പറയുന്നത്. ഞാൻ അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ റാഫിക്ക് കേട്ടിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സിയറ പ്ലസ് സോളാർ വണ്ടി. സോളാർ സിയറ എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ഞാൻ 4ാമത്തെ വട്ടം അതിന് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളിലോ കുറച്ച് ദിവസം അവിടെ തിരിച്ചെടുത്തും കളർ മാറ്റും എന്നല്ലാതെ വലിയ മാറ്റങ്ങളില്ലാത്ത എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ലെവലില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ആവുന്ന ഇങ്ങനത്തെ പുതിയ അനൗൺസ്മെന്റ്സ് ഒന്നും വന്നില്ല. ഇല്ല. എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവന്യ. ഓക്കെ. അതാണ് എനിക്കൊരു തോന്നി വാവ് കൊള്ളാൻ തോന്നിയത്. ബാക്കിയെല്ലാം ഒരു ആവറേജ് തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഈ വട്ടത്തെ 2025 ഓട്ടോ എക്സ്പോ ഹൈലൈറ്റ്സ്. അടുത്ത കൊല്ലത്തെ എക്സ്പോയ്ക്ക് നോക്കാം. അടുത്ത കൊല്ലത്തെ എക്സ്പോ എന്തായാലും ഞാൻ ആദ്യം തന്നെ റെഫർ ചെയ്തിട്ട് വാഹനങ്ങൾ ഇതുപോലെയാണെങ്കിൽ പോവില്ല. പക്ഷേ ഉറപ്പായിട്ടും നല്ല വാഹനങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം കുറച്ചുകൂടി ബ്രാൻഡുകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. സൂപ്പർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. യെസ് റാഫി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓടിച്ച കൈലാക്കിനെ കുറിച്ച് പറയാം. ഉറപ്പായിട്ടും. താങ്ക് യു സെന്തിൽ. താങ്ക് യു സോ മച്ച്.